ഹായ്, നമ്മുടെ NIOS +2 ഏപ്രിൽ ബാച്ചിൻ്റെ എക്സാമിൻ്റെ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം. അപ്പോൾ ഹ്യൂമാനിറ്റീസ് എടുത്തൊരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. നമുക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റും കൂടിയാണ്. പക്ഷേ ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, റിവിഷന് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ഹിസ്റ്ററി എന്ന ഭാഗത്ത് നമുക്ക് 6 മൊഡ്യൂളുകളാണ് പഠിക്കാനുള്ളത്. ആ 6 മൊഡ്യൂളിൽ നിന്നും ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന മൊഡ്യൂൾ ഏതാണോ ആ മൊഡ്യൂളിലെ ലെസണിന് കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഇനിയുള്ള ദിവസങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ 6 മൊഡ്യൂളിനും എത്ര മാർക്ക് വീതമാണ് നമുക്ക് എക്സാമിന് വരുന്നത് എന്നും ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് ഒരു മൊഡ്യൂളിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം. നമുക്കറിയാം 6 മൊഡ്യൂളുകളാണെന്ന് ഞാൻ പറഞ്ഞു. അതായത് ഒന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ആൻഷ്യൻ്റ് ഇന്ത്യ എന്ന മൊഡ്യൂളാണ്. ഈ ആൻഷ്യൻ്റ് ഇന്ത്യ എന്ന ഫസ്റ്റിലത്തെ മൊഡ്യൂളിന് നമുക്ക് എക്സാമിന് 20 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. രണ്ടാമത്തെ മൊഡ്യൂള് മെഡിവൽ ഇന്ത്യ, അതിൽ നിന്നും 20 മാർക്കാണ് വരുന്നത്. മൂന്നാമത്തെ മോഡേൺ ഇന്ത്യ, അതിൽ നിന്നും 15 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇനി നാലാമത്തെ ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ് ആൻഡ് കണ്ടംപററി ഇന്ത്യ, ആ നാലാമത്തെ മൊഡ്യൂളിൽ നിന്നും 15 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് എക്സാമിന് വരിക. ഇനി അഞ്ചാമത്തെ കണ്ടംപററി വേൾഡ്, ഇതിൽ നിന്നും നിങ്ങൾക്ക് 15 മാർക്കിനാണ് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇനി നമുക്ക് അവസാനത്തെ ലാസ്റ്റിലത്തെ 6ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഓപ്ഷണൽ മൊഡ്യൂളാണ്. അതായത് 6A അതുപോലെ തന്നെ 6Bയും ഉണ്ടാവും. അതായത് 6A എന്ന് പറയുന്നത് എവല്യൂഷൻ ഓഫ് സ്റ്റേറ്റ് ആണ്, 6B എന്ന് പറയുന്നത് കൾച്ചർ ഇൻ ഇന്ത്യ ആണ്. ഈ 2 ഓപ്ഷണൽ മൊഡ്യൂളിന് രണ്ടും നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. അതിൽ ഏതെങ്കിലും ഒന്നെങ്കിൽ 6A അല്ലെങ്കിൽ 6B മാത്രമേ പഠിച്ചു വെക്കേണ്ടതുള്ളൂ. അതിൽ 6A പഠിച്ചാലും നിങ്ങൾക്ക് 15 മാർക്കാണ്, 6B ആണ് പഠിക്കുന്നതെങ്കിലും 15 മാർക്കാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, എക്സാമിന് കിട്ടുക. പിന്നെ പ്രത്യേകം മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു, നമ്മളിപ്പം ഓരോ മൊഡ്യൂളിലെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പറഞ്ഞു. ഈ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒന്നാമത്തെ മൊഡ്യൂളിന് 20 മാർക്കാണെന്ന് നമ്മൾ പറഞ്ഞു. ഈ 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എന്തൊക്കെ രീതിയിലായിരിക്കും എക്സാമിന് വരിക? ഒന്നുകിൽ ഷോർട്ട് ആൻസർ രീതിയിൽ വരാം, അല്ലെങ്കിലോ എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ 50 മാർക്കിന് നമുക്കറിയാം ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെയാണുള്ളത്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വരുന്നത്. ഒന്നുകിൽ ഫിൽ ഇൻ ദി ബ്ലാങ്ക്, അല്ല മാച്ച് ദി ഫോളോയിങ്, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ്, അതായത് ഒരു ക്വസ്റ്റ്യനും 4 ഓപ്ഷനും തരും. അങ്ങനെ ഏതെങ്കിലും ഒക്കെ രീതിയിലായിരിക്കും. അതായത് ഏതെങ്കിലും എന്ന് ഉദ്ദേശിക്കുന്നത് അങ്ങനെ പല ടൈപ്പ് രീതിയിലാണ് ഈ 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരിക. ഈ 20 കംപ്ലീറ്റ് ഇങ്ങനെ ഷോർട്ട് ആൻസർ ആയിട്ട്, അല്ലെ 20 കംപ്ലീറ്റ് എസ്എ മോഡൽ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഒന്നാമത്തെ മൊഡ്യൂളിൽ നിന്നും നിങ്ങൾക്ക് 20 മാർക്കിനാണ് എക്സാമിന് വരിക എന്ന് നമുക്ക് ഷുവറായിട്ട് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ 20 മാർക്ക് എന്ന് പറയുന്നത് വിവിധ രൂപത്തിലായിരിക്കും എക്സാമിന് പാറ്റേൺ, ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ ആയിട്ട് വരിക. പക്ഷേ ടോട്ടൽ ആ ചാപ്റ്ററിന് 20 മാർക്കിന് വരും. ഇനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇത്രയും മാർക്കാണ് 6 മൊഡ്യൂളിൽ നിന്ന് വരുന്നത് നമ്മൾ മനസ്സിലാക്കി. ഇതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത് ഏത് മൊഡ്യൂളിൽ നിന്നാണ് എന്നതാണ് നമ്മളിനി രണ്ടാമത് ചെക്ക് ചെയ്യേണ്ടത്. നമുക്ക് നോക്കിയാൽ കാണാം ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന മൊഡ്യൂൾ എന്ന് പറയുന്നത് ഒന്നാമത്തെ മൊഡ്യൂളാണ്. ഒന്നാമത്തെ മൊഡ്യൂളും പിന്നെ രണ്ടാമതും രണ്ടിനും 20 മാർക്കിന്. അപ്പം രണ്ടാമത്തെ മൊഡ്യൂൾ, ഈ ഫസ്റ്റിലത്തെ ഒന്നാമത്തെ മൊഡ്യൂളും രണ്ടാമത്തെ മൊഡ്യൂളിനുമാണ് ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് മാർക്ക് വരുന്നത്. അതായത് 20 മാർക്ക്. ഓക്കെ, പിന്നെ അതോടൊപ്പം നിങ്ങൾ നോട്ട് ചെയ്യേണ്ട മറ്റൊരു കാര്യം, 6ാമത്തെ മൊഡ്യൂൾ ഓപ്ഷണൽ മൊഡ്യൂൾ ആയതുകൊണ്ട് അതിൽ നിന്നും 15 മാർക്കിന് വരുന്നുണ്ട്. അപ്പോൾ ഒരു സംശയം വരും, ഇതിൽ നിന്നൊക്കെ 15 ആണല്ലോ വരുന്നത്, പക്ഷേ ഈ 15 നിങ്ങൾ അവിടെ വെക്കുക, എന്നിട്ട് ഈ ഓപ്ഷണൽ മൊഡ്യൂൾ പഠിക്കുക. അതിന് കാരണമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഈ 3 മൊഡ്യൂൾ, ഒന്നാമത്തെ മൊഡ്യൂൾ, രണ്ടാമത്തെ മൊഡ്യൂൾ, ഏറ്റവും ലാസ്റ്റിലത്തെ 6ാമത്തെ ഓപ്ഷണൽ മൊഡ്യൂൾ, അതിൽ ഒന്നുകിൽ 6A അല്ലെങ്കിൽ 6B ഏതെങ്കിലും ഒന്ന് മാത്രമേ നമ്മൾ പഠിക്കേണ്ടതുള്ളൂ. ഈ 3 എണ്ണം പഠിച്ചാൽ തന്നെ നമുക്ക് എത്ര മാർക്ക് കിട്ടും? ഒന്നാമത്തേന് 20, രണ്ടാമത്തേന് 20, അപ്പം 20 40, മൂന്നാമത്തേത് 15. അപ്പോൾ എത്ര കിട്ടി? 55 മാർക്ക് നിങ്ങൾക്ക് ഈ ഒരു 3 മൊഡ്യൂൾ മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഒന്നും പഠിക്കാത്ത ആളുകളാണെങ്കിലും, അല്ലെങ്കിൽ ഏകദേശം എല്ലാ ചാപ്റ്ററും കവർ ചെയ്ത് കഴിഞ്ഞ ആളുകളാണെങ്കിലും, ഈ 3 ചാപ്റ്ററും ഈ 3 മൊഡ്യൂളുകളും, ചാപ്റ്റേഴ്സ് അല്ല, ഈ 3 മൊഡ്യൂളുകളും കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് ആയിട്ട് വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. പരീക്ഷേൻ്റെ തലേന്നൊക്കെ നോക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ കുറേ മുന്നേ ഹിസ്റ്ററി പഠിച്ചു കഴിഞ്ഞവരാണെങ്കിലും ഈ 3 ചാപ്റ്റർ കുറച്ചും കൂടെ സ്ട്രെസ് ചെയ്തിട്ട് പരീക്ഷേൻ്റെ മുൻപായിട്ട് നോക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പറഞ്ഞു ഒന്നാമത്തെ
ലെസൺ ഒന്നാമത്തെ മൊഡ്യൂൾ ആൻഷ്യൻ്റ് ഇന്ത്യയാണ്. അതിൽ നിന്നും നമുക്ക് 20 മാർക്ക് ലഭിക്കണമെങ്കിൽ, അതായത് 20 മാർക്ക് നമുക്ക് എക്സാമിന് ലഭിക്കണമെങ്കിൽ നമ്മൾ പഠിക്കേണ്ടത് 4 ലെസൺ ആണ്. 20 മാർക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ 4 ലെസൺ പഠിക്കണം. ഏതൊക്കെ ലെസണാണ്? ലെസൺ 6, ലെസൺ 7, ലെസൺ 3, ലെസൺ 4. ഈ 4 ലെസൺസ് പോസ്റ്റ് മൗര്യൻ ഡെവലപ്മെൻറ്റ്സ്, ദ ഗുപ്താസ് ആൻഡ് ദ സക്സസേഴ്സ്, ദ ഹാരപ്പൻ സിവിലൈസേഷൻ, ദ വേദിക് ഏജ്. ഈ 4 ലെസൺ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തെ മൊഡ്യൂളിൽ ഈ 4 ലെസൺ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 20 മാർക്ക് കിട്ടും. ഇനി രണ്ടാമത്തെ മൊഡ്യൂൾ നമ്മൾ പറഞ്ഞത് മെഡിവൽ ഇന്ത്യ. അതിൽ നിന്നും നിങ്ങൾക്ക് എക്സാമിന് 20 മാർക്കാണ് ലഭിക്കുക. ഈ 20 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 4 ലെസണാണ് നന്നായിട്ട് പഠിക്കേണ്ടത്. ലെസൺ 9, ലെസൺ 10, ലെസൺ 12, ലെസൺ 14. 9ാമത്തെ എസ്റ്റാബ്ലിഷിംഗ് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ദ ഡൽഹി സുൽത്താനേറ്റ്. ലെസൺ 10 എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദ മുഗൾ റൂള്. ലെസൺ 12 അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ലെസൺ 14 കൾച്ചറൽ ഡെവലപ്മെൻറ്റ് ഇൻ മെഡിവൽ ഇന്ത്യ. ഈ 4 ചാപ്റ്റർ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 20 മാർക്ക് ഈ ഒരു മൊഡ്യൂളിൽ നിന്നും കിട്ടുന്നതാണ്. ഇനി നമ്മൾ പറഞ്ഞു, പിന്നെ നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം എന്ന് പറയുന്നത് ഓപ്ഷണൽ മൊഡ്യൂളാണെന്ന് പറഞ്ഞു. ദയാവിഷിൻ്റെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ക്ലാസ്സുകൾ നൽകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഓപ്ഷണൽ മൊഡ്യൂൾ എവല്യൂഷൻ ഓഫ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഒരു 3 ലെസൺ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 15 മാർക്കാണ് നമുക്ക് എക്സാമിന് ലഭിക്കാൻ പോകുന്നത്. അതായത് 30-ൽ എ ഏർലിയർ സ്റ്റേറ്റ്സ്, 31-ൽ എ കൊളോണിയൽ സ്റ്റേറ്റ്, 32-ൽ എ മെഡിവൽ സ്റ്റേറ്റ്. ഈ 3 ലെസണും കൂടെ നിങ്ങൾ പഠിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 15 മാർക്ക് ഈ ലാസ്റ്റിലത്തെ എവല്യൂഷൻ ഓഫ് സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ എന്ന മൊഡ്യൂളിൽ നിന്നും നിങ്ങൾക്ക് കിട്ടും. ഇനി മറ്റേ മൊഡ്യൂളുണ്ട്, മറ്റേന്ന് പറയുന്നത് അറബി. അതാണ് ഇനി പഠിക്കുന്നതെങ്കിൽ നമ്മൾ അത്യാവശ്യം മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന മറ്റേ ഒരു മൊഡ്യൂളാണ്. ഇതാണെങ്കിൽ കൾച്ചർ ഇൻ ഇന്ത്യ ആണെങ്കിൽ അതിൽ നിന്ന് 3 എണ്ണമാണ്. അത് നമ്മുടെ ബസിഫിക്കേഷൻ സിലബസിൽ നോക്കിയിട്ട് അതിലേതൊക്കെ 3 എണ്ണമാണെന്ന് കൃത്യമായിട്ട് നോക്കിയിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങൾ തന്നെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഹിസ്റ്ററീൻ്റെ എക്സാം വളരെ സിമ്പിളായിരിക്കും. അപ്പോൾ ഇനിയുള്ള ദിവസം നിങ്ങൾ ഹിസ്റ്ററി പഠിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹിസ്റ്ററി പഠിച്ചു കഴിഞ്ഞ ആളുകളാണെങ്കിൽ ഈ ഒരു 3 മൊഡ്യൂൾ നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഹിസ്റ്ററിക്ക് നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.